വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ഓരോ വിശ്വാസിയും സ്വർഗം കിനാവ് കണ്ടാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്. സൽക്കർമ്മങ്ങളിലൂടെ എത്രത്തോളം പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുവോ അതിനനുസരിച്ചായിരിക്കും സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം. എങ്കിൽ സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാൻ ആവശ്യമായ ചില വഴികൾ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നാം നിർവഹിക്കുന്ന ഏത് സൽക്കർമ്മമാകട്ടെ അതിൽ 3 കാര്യങ്ങൾ എപ്പോഴും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. ഒന്നാമത്തെ കാര്യം വിശ്വാസമാണ്. അഥവാ നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം എനിക്ക് കിട്ടും, പരലോകത്ത് എനിക്കിത് മെച്ചമുണ്ട് എന്ന പരിപൂർണമായ വിശ്വാസത്തോടു കൂടെ നിർവഹിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിർവഹിക്കുന്നതെല്ലാം ഇഖ്ലാസിൻ്റെ അടിസ്ഥാനത്തിലാകണം. ആരെയും ബോധിപ്പിക്കാനോ ആരുടെയും കയ്യടി കിട്ടാനോ ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ അരികിൽ രക്ഷപ്പെടണം, സ്വർഗം കിട്ടണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടെ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യുക, അഥവാ ഇത്തിബാ ഉണ്ടാവുക എന്നതാണ്. ഈ 3 ഘടകങ്ങൾ എത്രത്തോളം ഒരാളിൽ കൂടുന്നുവോ അതിനനുസരിച്ച് കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം കൂടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു പള്ളി കയറ്റി കൊടുക്കുകയാണ്, മദ്രസ വെച്ച് കൊടുക്കുകയാണ്, ഒരു മതസ്ഥാപനത്തിന് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ അതിലൂടെയൊക്കെ ഉണ്ടാകുന്ന നന്മകൾ നമുക്ക് കണക്കാക്കാൻ കഴിയാത്തതാണ്. ഒരു പള്ളിയിലൂടെ എത്രയോ പേർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നുണ്ടാകും, അതിൻ്റെ ഒക്കെ ഒരു ഓഹരി നമുക്ക് കിട്ടും. മദ്രസയിലൂടെ അടുത്തൊരു തലമുറ നന്നാകും, അതിൻ്റെ ഒരു ഓഹരി നമുക്ക് കിട്ടും. മതസ്ഥാപനങ്ങളിലൂടെ സമൂഹത്തെ നന്മയിലേക്ക് വഴികാട്ടുന്ന പണ്ഡിതന്മാർ ഉദയം കൊള്ളും, അതിൻ്റെ എല്ലാ നന്മകൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കും. മറ്റൊന്ന്, മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമേകുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക എന്നതാണ്. പിന്നെ നബിൻ്റെ അരികിലേക്ക് ഒരു സാധുവായൊരു മനുഷ്യൻ സഹായത്തിന് വേണ്ടി വന്നു. ഒരു മനുഷ്യൻ ആദ്യം അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ തൻ്റെ കയ്യിലുള്ള കുറച്ച് ഈത്തപ്പഴം കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുത്തു. ഇത് കണ്ടപ്പോൾ ചുറ്റും കൂടെയുള്ള ബാക്കിയുള്ള ആളുകളെല്ലാം അവരുടെ കൈകളിലുള്ള സ്വതക്കകളും മറ്റുമൊക്കെയായി അവിടെ കൊണ്ടുപോയിട്ട് വലിയ കൂമ്പാരങ്ങളുണ്ടായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണുമ്പോൾ സന്തോഷത്തോടു കൂടെ പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ ചെയ്ത അമലുകൾക്ക് കൂടെയുള്ള പ്രതിഫലം ആദ്യം ചെയ്ത ആൾക്ക് കിട്ടുമെന്നാണ്. അവർക്കൊരിക്കലും കുറയൂല. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞു, ഫതൂബാ ലിമൻ ജഅലല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈരി വമിഗ്ലാഖൻ ലിശ്ശർരി. ആരെയാണോ അള്ളാഹു നന്മയുടെ താക്കോലുകളാക്കുന്നത്, തിന്മകളുടെ പൂട്ടുകളാക്കുന്നത്, അവർക്ക് മംഗളമുണ്ട് എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം കാരണം നാം തുടങ്ങി വെച്ച നന്മകൾ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, മറ്റുള്ളവർ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൂലി കിട്ടുമെന്നാണ്. മറ്റൊന്ന്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കുന്ന കർമ്മങ്ങൾ ചെയ്യാന്നാണ്. അപ്പോൾ ദാഹിച്ചു വലഞ്ഞ നായ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹദീസ് നമുക്ക് കാണാൻ കഴിയും, ഫശക്കറല്ലാഹു ലഹു, അള്ളാഹു അദ്ദേഹത്തിന് നന്ദി കാണിച്ചു. ഫഗഫറല, അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുത്തു. അള്ളാഹിൻ്റെ നന്ദി എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കലാണ്. ഫദഖലൽ ജന്ന, മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അദ്ദേഹത്തിന് സൽക്കർമ്മങ്ങൾ കുറവായിട്ടും ഈ ഒരു ചെറിയ നന്മക്ക് വലിയ പ്രതിഫലം കിട്ടി അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ, പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കുന്നവൻക്ക് വലിയ കൂലിയുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് അനാഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു റസൂൽ പറഞ്ഞ വകാഫിൽ യതീമി ഫിൽ ജന്നതി ഹഖദ. പ്രവാചകൻ തൻ്റെ 2 വിരലുകളും ചേർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്ന സ്വർഗത്തിൽ ഇങ്ങനെയാണ് എന്ന. വിധവയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ഹദീസിൽ പ്രത്യേകം പ്രയോഗം വന്നിട്ടുണ്ട്. പട്ടിണി കിടക്കുന്ന ആളുകളെ, രോഗികളെ, കടം കൊണ്ട് വലയുന്ന ആളുകൾക്കൊക്കെ അവരുടെയൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. ഒരു സുഹൃത്ത് തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിക്കുമെന്നാണ്. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, നല്ല രൂപത്തിൽ ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ്. ഇതാ അഹ്സന അഹദുക്കും ഇസ്ലാമഹു, പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിലൊരാൾ നിങ്ങളുടെ ഇസ്ലാമിനെ നന്നാക്കിയാൽ. എന്താ ഇസ്ലാമിനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ, ഇസ്ലാം അനുശാസിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസം, നല്ല പെരുമാറ്റം, നല്ല കർമ്മങ്ങൾ, നന്മകൾ ധാരാളം ചെയ്ത് തിന്മകളിൽ നിന്ന് പരിപൂർണമായി കൊണ്ട് വിട്ടുനിന്ന് എല്ലാവരോടും നല്ല പെരുമാറ്റവും എല്ലാ മര്യാദകളും ഒക്കെയായി ഇസ്ലാം പറയുന്ന നന്മകൾ പരമാവധി ജീവിതത്തിൽ പകർത്തുന്ന ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെയല്ല, വലിയ വലിയ പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞു. ഫകുല്ലു ഹസനത്തിൻ യഅമലുഹാ, ആ മനുഷ്യൻ നിർവഹിക്കുന്ന എല്ലാ നന്മകളും തുക്തബു ലഹു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളഅഫിൻ, 10 മുതൽ 700 ഇരട്ടി വരെ ആ മനുഷ്യനിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, പിന്നെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നാം നിർവഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ
ഫിത്തനകൾ അധികരിക്കുന്ന കാലഘട്ടത്തിൽ ഒരാൾ നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ദാരിദ്ര്യമുള്ളപ്പോഴും ഒരാൾ സ്വതക്ക ചെയ്യുന്നുണ്ടെങ്കിൽ, ശക്തമായ തണുപ്പുള്ളപ്പോഴും ഒരാൾ പരിപൂർണമായിക്കൊണ്ട് വുളു എടുക്കുന്നുണ്ടെങ്കിൽ, ആ കാര്യങ്ങൾക്കൊക്കെ എമ്പാടും പ്രതിഫലങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കർമ്മങ്ങൾ പരമാവധി രഹസ്യമാക്കുമ്പോൾ അർഷിൻ്റെ തണൽ വരെ കിട്ടുന്ന വിഭാഗത്തിലാണ് അവരൊക്കെ എണ്ണിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നാം എന്തെങ്കിലും നിർവഹിക്കുന്നതിനപ്പുറത്ത് ഒരുപാട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അതീവ ശ്രദ്ധയോടുകൂടെ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.